അമ്മയ്ക്ക് എന്തറിയാം? അമ്മ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഞാനൊരു അമ്മയെ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പോൾ ഒരു കുഞ്ഞു വാവയുണ്ടാകുന്ന സമയത്ത് അവർക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ. വിശന്നാൽ കരയും, ഉറങ്ങാൻ കരയും, ചൂടെടുത്താൽ കരയും, തണുത്താൽ കരയും, എന്തിനൊരു കൊതു കുത്തിയാൽ പോലും കരയാൻ മാത്രമേ അറിയുള്ളൂ. ഈ കരച്ചിൽ നമ്മുടെ അമ്മമാർക്ക് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എപ്പോൾ ഉറങ്ങും, നമ്മൾ എത്ര സമയം ഉറങ്ങുമെന്നും, നമ്മൾ എപ്പോൾ എണീക്കും, എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വിശക്കും, നമ്മളിപ്പോൾ വെള്ളം കുടിച്ചാൽ നമുക്ക് എപ്പോൾ ദാഹിക്കും അടുത്തത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ദേഷ്യം വരും, നമ്മൾ എന്തൊക്കെ കാര്യത്തിന് ദേഷ്യം വരും, നമ്മൾ എന്തൊക്കെ കാര്യത്തിന് കരയും. ഈവൻ ഈ ദേഷ്യവും കരച്ചിലും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വരെ അവർക്കറിയാം. ഒക്കെ പോട്ടെ, നമ്മളിപ്പോൾ വെള്ളം കുടിച്ചാൽ എപ്പോൾ മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ബാത്റൂമിൽ പോവും, എത്ര പ്രാവശ്യം പോകുന്നവരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പനി, ചുമ, നടുവേദന, കാലുവേദന, കൈവേദന, തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ലീവ് എടുക്കൂല. അപ്പം സിക്ക് ലീവ് എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയും, പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വന്ന് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം. ഞാനിപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ എന്ത് പറഞ്ഞ് ലീവ് എടുക്കും? അവർ ലീവ് എടുക്കൂല. ഞാൻ വിചാരിച്ചത് അവർ ഈ പഴയ ആൾക്കാരായത് കുറേ പണിയെല്ലാം എടുക്കുന്നുണ്ട്, നമ്മളൊക്കെ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അസുഖങ്ങളൊന്നും വേദനകളൊക്കെ അങ്ങനെ വരത്തില്ലെന്നാണ്. പക്ഷെ ഞാനൊരു അമ്മയായപ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം വരാറുണ്ട്. നമ്മളിതൊന്നും പുറത്ത് കാണിക്കത്തില്ല. നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ പട്ടിണിയാവത്തില്ലേ? ശരിക്കും നമ്മളെയൊക്കെ നന്നായിട്ട് അവർ ശരിക്കും പഠിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ ഇപ്പം അതൊന്നും പുറത്ത് കാണിക്കാത്തതായിരിക്കും, അടി ഉണ്ടാവുമല്ലോ എന്നോർത്ത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവർ നമ്മൾ വളർത്തിയെടുത്തല്ലേ അല്ലേ? ഒരു ഹാപ്പി മദേഴ്സ് ഡേ എങ്കിലും പറയണ്ടേ എല്ലാ അമ്മമാർക്കും, ശരീരം കൊണ്ട് അമ്മമാരായവർക്കും മനസ്സുകൊണ്ട് അമ്മമാരായവർക്കും ഹാപ്പി മദേഴ്സ് ഡേ.